അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി അവനെ തഖ്വ ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം നയിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ വളരെ വിലപ്പെട്ട ദിവസങ്ങൾ വളരെ വേഗത്തിൽ ഇങ്ങനെ കഴിഞ്ഞു കടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇപ്രകാരം അരുളുകയുണ്ടായി: സലവാത്തുൽ ഖംസി വൽ ജുമഅത്തു ഇലൽ ജുമഅ വ റമളാനു ഇലാ റമളാൻ മുകഫ്ഫറാത്തുൽ ലിമാ ബൈനഹുന്ന ഇജ്തുനിബത്തുൽ കബായിർ. 5 നേരത്തെ നമസ്കാരം ഒരു ജുമാ മുതൽ മറ്റ് ജുമാ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, ഈ അമലുകൾ അതിനിടയിലുള്ള സമയത്തിന്, അതിലിടയിലുള്ള നാളുകൾക്ക് മുകഫ്ഫിറാത്താകുന്നതാണ്, പ്രായച്ചിത്തമാകുന്നതാണ്. ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ ഈമാനിയായ പവർ, ഈമാനിയായ ശക്തി, അതിൻ്റെ തേജസ്, ഓജസ് പാപകർമ്മങ്ങളിൽ നിന്നും നമ്മളെ തടുത്തു നിർത്തുകയും തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മളെ പിടിച്ചകറ്റുകയും ചെയ്യണം. അതുപോലെ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ നമുക്ക് ഈ ജുമായുടെ പവറിൽ, ഈ ജുമായുടെ ശക്തിയിൽ, ഈ ജുമായിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഈമാനിയായ ആ ഒരു ആത്മബലത്തിൻ്റെ പേരിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. പാപകർമ്മങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയണം. അതുപോലെയാണ് ഒരു റമളാൻ മറ്റൊരു റമളാനുമായുള്ള പരസ്പര ബന്ധം. ഈ റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ പാപകർമ്മങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും പ്രായച്ചിത്തമാകുമാറ്, നമ്മെ തടുത്തു നിർത്തുമാറ് നമ്മളുടെ ഈമാൻ ശക്തിപ്പെടണം, നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടാകണം, ആത്മീയമായ നിലയിൽ നമുക്ക് പരിശുദ്ധി പ്രാപിക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ പ്രകാരം വരുന്നുണ്ട്: ഇദാ സലിമത്തുൽ ജുമഅത്തു സലിമത്തുൽ അയ്യാം വഇദാ സലിമ റമളാൻ സലിമത്തിസ് സന. ഒരാൾ ജുമാ ദിവസത്തിൽ രക്ഷപ്പെട്ടാൽ, ജുമാ ദിവസത്തെ നല്ല നിലയിൽ വിനിയോഗിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ ബാക്കി ദിവസങ്ങളൊക്കെ അവന് രക്ഷയായി, ബാക്കി ദിവസങ്ങളൊക്കെ അവന് സുരക്ഷിതമായി. അതുപോലെ ഒരാൾ റമളാൻ സുരക്ഷിതമായ നിലയിൽ ആചരിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ സലിമത്തിസ്സന, ഈ വർഷം മുഴുവൻ അവൻ രക്ഷ പ്രാപിച്ചവനായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ റമളാനിൻ്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ചിട്ട് പലതും പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിനിങ്ങനെ ഒരു അർത്ഥവും കൂടിയുണ്ട്. അഥവാ ഒരു വർഷക്കാലത്തേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നമ്മെ പിടിച്ചു നിർത്തുവാനും അള്ളാഹുവിൻ്റെ നിരോധനങ്ങളിൽ നിന്ന് നമ്മളെ തടുത്തു നിർത്തുവാനും പ്രാപ്തമായ ഒരു ഊർജം ഈ നോമ്പ് കാലത്ത് നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയണം. അത് എത്രത്തോളം നമ്മൾ ആർജിക്കുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയും വേണം. നിസ്കരിക്കുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സദഖ സക്കാത്തുകൾ കൊടുക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചെയ്യുന്നു, അതൊക്കെ ചെയ്യണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ അമലുകളിലൂടെ എത്രത്തോളം നമുക്ക് അടുത്ത ഒരു വർഷത്തേക്ക് പിടിച്ചു നിൽക്കാൻ പാകത്തിന് ആത്മബലമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്, ഉൾശക്തി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മുഅ്മിൻ തൻ്റെ ഒരു വർഷക്കാലം മുഴുവൻ എങ്ങനെ ചെലവിടണമെന്ന് ആലോചിക്കുകയും ആ ഒരു വർഷക്കാലത്തേക്കുള്ള കരുതലുകൾ ഈ റമളാൻ മാസത്തിലൂടെ അവൻ കൈക്കലാക്കുകയും ചെയ്യണം. ഉദാഹരണത്തിന്, നമ്മൾ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിസ്കരിക്കണം. 5 നേരത്തെ നമസ്കാരത്തിൽ ജമാഅത്തിനെ നമ്മൾ ശ്രദ്ധിക്കണം. റമളാൻ മാസത്തിൽ അതിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടാവുകയും റമളാനിന് ശേഷവും അതുപോലെ തന്നെ തുടരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. 5 നേരത്തെ നമസ്കാരം ഫറളാണ്. 5 നേരത്തെ നമസ്കാരം ഫറളാണ്. പരിശുദ്ധ റമളാനിൻ്റെ പകൽ സമയത്ത് നമ്മൾ നോറ്റുവീട്ടേണ്ട നോമ്പ് നമുക്ക് ഫറളാണ്, നിർബന്ധമാണ്. സാധാരണഗതിയിൽ ഫറളായ നമസ്കാരത്തെക്കുറിച്ചിട്ടും ഫറളായ നോമ്പിനെ കുറിച്ചിട്ടും
നമുക്കിടയിൽ അങ്ങനെ അധികം പറയപ്പെടാറില്ല. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതില്ലെങ്കിൽ പിന്നെ എന്ത് ദീനാണ്? ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ഹദീസിൽ ഇസ്ലാം ആകുന്ന ഈ കെട്ടിടത്തെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ, ഉയർത്തി നിർത്തപ്പെട്ടിരിക്കുന്നത് തന്നെ ഈ 5 തൂണുകളിന്മേലാണ്. തൂണില്ലാതെ പിന്നെ എന്ത് കെട്ടിടമാണുള്ളത്? അതുകൊണ്ട് തന്നെ ഷഹാദത്ത് കലിമയും നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ പൊതുവെ നമ്മൾ അങ്ങനെ പ്രസംഗങ്ങളിൽ അധികം പറയാറില്ല. നമുക്കിടയിലും അങ്ങനെ ഒരു ചർച്ചയില്ല. പക്ഷേ ഇന്നത്തെ പുതിയ സമൂഹത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നോമ്പിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു ഗൗരവം ഓരോ വർഷം കഴിയും തോറും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ ഭയപ്പെടണം. നമസ്കാരത്തെക്കുറിച്ചിട്ടുള്ള ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ ഭയപ്പെടണം. നമസ്കാരത്തിലുള്ള ആവേശം, ജുമാ നമസ്കാരത്തിലുള്ള ആവേശം, ജമാഅത്ത് നമസ്കാരത്തിലുള്ള ആവേശം നമുക്കിടയിൽ കുറഞ്ഞു വരികയാണ്. ജുമാ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ ജുമയെക്കുറിച്ചിട്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. ആ ശ്രേഷ്ഠതകൾ നമുക്ക് ലഭിക്കണ്ടേ? ജുമാ ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരാചാരം പോലെ നമുക്ക് നിർവഹിച്ചു തീർക്കാനുള്ള ഒരു ചടങ്ങല്ല. ഈ പറഞ്ഞതുപോലെ ഒരാഴ്ച കാലത്തേക്ക് നമുക്ക് ഈമാനിയായ ഊർജം പകർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള മഹത്തായ ഒരു അമലാണ്, ഒരു കർമ്മമാണ്. ജുമാക്ക് വേണ്ടിയിട്ട് നേരത്തെ പള്ളിയിലേക്ക് വരുന്നത് ഏറ്റവും പ്രതിഫലാർഹമായ കർമ്മമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പള്ളിയിലേക്ക് വരിക എന്നത് ഒരു മഹത്തായ കർമ്മമാണ് എന്ന് പറയുമ്പോൾ നന്മയിലേക്ക്, സ്വർഗത്തിലേക്ക്, ദീനിന്റെ നല്ല നടപടിക്രമങ്ങളിലേക്ക് നേരത്തെ ഞാൻ ചെല്ലുക, അതിൽ ആവേശം കാണിക്കുക, ഞാൻ മുന്നിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു പതിവ് എന്നിലുണ്ടാക്കണം. ജുമാ നമസ്കാരത്തിന്റെയും ജമാഅത്ത് നമസ്കാരത്തിന്റെയും കാര്യത്തിൽ അശ്രദ്ധ പാലിക്കുന്നവനെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നരകത്തിലാണെന്ന് മുന്നറിയിപ്പ് നൽകി. ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അവൻ ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പുണ്യകർമ്മം എന്ന് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പം ദിക്ർ ചെയ്യും, ദുആ ചെയ്യും, പള്ളിയെ സഹായിക്കും, മദ്രസയെ സഹായിക്കും, യത്തീംഖാനക്ക് പിരിവ് കൊടുക്കും, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ജമാഅത്തിനും ജുമഅയ്ക്കും ഹാജരാകുന്നില്ല. അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ ജമാഅത്തിനും ജുമഅയ്ക്കും സ്ഥിരമായി ഹാജരാകാത്ത ഒരു മുസ്ലിം അവൻ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നല്ല കാര്യം ചെയ്യുന്നു എന്നതൊരു ഭാഗത്ത് ശരിയാണ്. മറുഭാഗത്ത് മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യേക ചിട്ടയും ക്രമവും ഒക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചിട്ടയും ക്രമവും നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടുക തന്നെ വേണം. ലാ സലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ് എന്നാണ് ഹദീസ്. ലാ സലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിലല്ലാതെ നമസ്കാരമേ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിലല്ലാതെ നമസ്കാരമേ ഇല്ല. അഥവാ ആ വീട്ടിലോ കടയിലോ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മേൽ ഉണ്ടായ ഫറദിന്റെ ഭാരം കുറയുമെന്നല്ലാതെ നമസ്കാരത്തിന്റെ പേരിൽ അവന് ലഭിക്കേണ്ട പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മുഹദ്ദിസുകൾ ഇതിനർത്ഥം കൊടുത്തു. കണ്ണു കാണാൻ കഴിയാത്ത ഒരു മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ട്, നബിയെ, എനിക്ക് എപ്പോഴും പള്ളിയിലേക്ക് നടന്നു വരാൻ, കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ആളെ കിട്ടുന്നില്ല. കണ്ണു കാണാത്തവനാണ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വീട്ടിൽ നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. കണ്ണു കാണാൻ കഴിയാത്തൊരു സഹാബിയ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം കൊടുത്തു. കണ്ണു കാണാൻ കഴിയാത്ത, കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു മനുഷ്യന് വ്യക്തമായ കാരണമുണ്ടല്ലോ, ആ വീട്ടിൽ നമസ്കരിച്ചോളൂ എന്ന് അനുവാദം കൊടുത്തു. ആ മനുഷ്യൻ മറുപടി കേട്ട് തിരിച്ച് വാതിൽ വരെ എത്തിയപ്പോൾ ഒരാളെ അയച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ തിരിച്ചു വിളിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ വീട്ടിൽ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ബാങ്കിന്റെ ശബ്ദം കേൾക്കാറുണ്ടോ? അതെ, ബാങ്കിന്റെ ശബ്ദം കേൾക്കാറുണ്ട്. എന്നാൽ നീ നിർബന്ധമായും പള്ളിയിൽ തന്നെ വന്ന് നമസ്കരിക്കണം. ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവന് പള്ളിയിലല്ലാതെ നമസ്കാരമേ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഫറദായ നമസ്കാരം, ഞാനിത് ബോധപൂർവം പറയുന്നത്, ഞാൻ തന്നെ പ്രസംഗിക്കാൻ വേണ്ടി കയറുമ്പം, പ്രസംഗത്തിന്റെ വിഷയങ്ങളിലേക്ക് കടക്കുമ്പം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സാമൂഹിക പരിഷ്കരണത്തെ കുറിച്ചിട്ട് പ്രസംഗിക്കും, പരോപകാര പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രസംഗിക്കും.
റമദാനിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട സാംസ്കാരികമായ ധാർമ്മികമായ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ പലപ്പോഴും ദീർഘമായ നാളുകളിൽ പ്രസംഗങ്ങളിൽ വിഷയങ്ങൾ നീണ്ടു നിൽക്കുമ്പോൾ അതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അടിസ്ഥാനപരമായി നിസ്കാരത്തെക്കുറിച്ചിട്ടും നോമ്പിനെ കുറിച്ചിട്ടും അതുപോലെയുള്ള ഫറദായ കർമ്മങ്ങളെ കുറിച്ചിട്ടും പലപ്പോഴും പറയാൻ തന്നെ നമ്മൾ വിട്ടുപോകുന്നു. എന്തുകൊണ്ടാണ് പറയാൻ വിട്ടുപോകുന്നത്? മുസ്ലിമീങ്ങളോട് അതങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മുസ്ലിമീങ്ങൾ ആ രംഗത്തൊക്കെ അവയർനെസ് ഉള്ളവരാണ്, അവബോധമുള്ളവരാണ്. പ്രത്യേകിച്ച് മലബാറുകാരായ മുസ്ലിമീങ്ങൾക്ക് നമസ്കാരത്തിന്റെ കാര്യത്തിൽ പണ്ടേ ഒരു നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ടല്ലാതെ പുരുഷന്മാർ നമസ്കരിച്ച ശീലം നമുക്കില്ല. ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ടവരെ, എപ്രകാരം നമസ്കാരത്തിന്റെ കാര്യത്തിൽ ജമാഅത്തും ജുമഅയും നിർവഹിക്കുകയും അത് നേരത്തെ കൂട്ടി ആഗ്രഹത്തോടെ ആവേശത്തോടെ വന്നിരുന്ന് താല്പര്യത്തോടുകൂടി നിർവഹിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ കാലം കഴിയും തോറും നമ്മളിൽ ആവേശവും താല്പര്യവും കുറഞ്ഞു വരുന്നോ, ഇതുപോലെ ഫറദായ നോമ്പിന്റെ കാര്യത്തിൽ നമുക്കിടയിൽ ഒരു വലിയ ഗഫ്ലത്ത്, ഫറദായ നോമ്പിന്റെ കാര്യത്തിൽ നമ്മുടെ ഇടയിൽ വലിയൊരു അശ്രദ്ധ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ധിക്കാരം, ഒരു ധാർഷ്ട്യത. റമദാനിന്റെ പകലിൽ പരസ്യമായ നിലയിൽ ഒരു മുസ്ലിം അന്നപാനീയങ്ങൾ ഉപയോഗിക്കുക, ഒരു മുസ്ലിം ആഹാരപാനീയങ്ങൾ ഉപയോഗിക്കുക, അത് നമുക്ക് സങ്കല്പിക്കാൻ തന്നെ കഴിയുന്നില്ല. എങ്ങാനും അത്തരത്തിലുള്ള ഒരു കാഴ്ച കണ്ണിൽപ്പെട്ടാൽ അത് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനത്തെ കുറേ കാഴ്ചകൾ അനുഭവിച്ചപ്പോൾ വല്ലാതെ മനസ്സ് വെന്തു, മനസ്സ് നീറി. ഞാൻ ദീർഘമായ പ്രസംഗം നമ്മുടെ നാട്ടിലെ വലിയ പള്ളിയിൽ നടത്തിയിട്ട് നാട്ടുകാരൊക്കെ പ്രസംഗം കേട്ടു, ആവേശം പൂണ്ടു, ദുആ ചെയ്തു, പൊട്ടിക്കരഞ്ഞു. പുറത്തിറങ്ങിയിട്ട് ഞാൻ ഒരു ആവശ്യ സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒരു ചെറിയ പ്രായക്കാരനായ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് നടന്നു വരുന്നു. എതിർവശത്തു നിന്നും കുറച്ച് മുതിർന്ന ഒരാൾ ഇങ്ങോട്ട് വരുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് സലാം പറഞ്ഞു, കുശലാന്വേഷണം നടക്കുന്നു. ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നു. ചായ കുടിച്ചു. അപ്പൊ ആ പയ്യന് ചായ കുടിച്ചോ എന്ന ചോദ്യത്തിന് ചായ കുടിച്ചില്ല, കുടിക്കണം, കുടിക്കണമെന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കൽബ് പൊട്ടിപ്പോയി. ഞാനീ പറയുന്നത് വെറുതെ പ്രസംഗം പറഞ്ഞിട്ട് വിഷയം തീർത്തിട്ട് എന്തെങ്കിലും തരത്തിൽ സമയം കൊല്ലുകയല്ലല്ലോ വേണ്ടത്. നമ്മൾ ഒരു മുസ്ലിമായ സഹോദരൻ ബാലിഗായ, പ്രായപൂർത്തിയായ, സ്ഥിരബുദ്ധിയുള്ള, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിനക്ക് ചിന്തിക്കാനും ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ ഈ കാണുന്ന അവയവങ്ങളും ആരോഗ്യങ്ങളും ഒക്കെ തന്നവനായ നിന്റെ അള്ളാഹു നിനക്ക് ഫറദാക്കിയ നോമ്പിൽ നിന്നും നിനക്കെങ്ങനെ പരസ്യമായ നിലയിൽ വിട്ടുനിൽക്കാൻ കഴിയുന്നു? ഏതെങ്കിലും കാരണവശാൽ ശരീഅത്തിന്റെ നിയമപ്രകാരം ഒരാൾ വലിയ രോഗിയായിപ്പോയി, തീരെ നോമ്പെടുക്കാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ രോഗിയായ, നോമ്പെടുക്കാൻ കഴിയാത്ത, വളരെ വിശ്വസ്തനായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നോമ്പെടുക്കരുത് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു മുസ്ലിമായ പുരുഷനും സ്ത്രീക്കും വേണമെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ട്. പക്ഷെ അതിന് വ്യക്തമായ ആരോഗ്യപരമായ കാരണങ്ങൾ ഉണ്ടാകണം. ആ കാരണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് വിശ്വസ്തനായ മുസ്ലിമായ ഒരു നല്ല ഡോക്ടറായിരിക്കണം. അത് ശരീഅത്തിന്റെ നിയമമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തമായ കൽപ്പന കൊണ്ടും ഫറളാക്കപ്പെട്ട ഒരു അമലിൽ നിന്നും ഒരു മുസ്ലിമായ പുരുഷനോ സ്ത്രീക്കോ അകന്നു നിൽക്കാൻ കഴിയില്ല. അഥവാ അങ്ങനെ ന്യായമായ തക്കതായ കാരണത്തിന്റെ പേരിൽ ഫറള് നോമ്പിൽ നിന്നും ഒരു മുസ്ലിമായ പുരുഷനോ സ്ത്രീയോ മാറി നിൽക്കേണ്ടി വരുമ്പോഴും പരസ്യമായ നിലയിൽ അവൻ ഒരിക്കലും ആ നോമ്പിന് വിരുദ്ധമായ അമലുകൾ ചെയ്യരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ അല്ലെങ്കിൽ അവള് ഒരു നോമ്പുകാരനായ നിലയിൽ തന്നെ നിലകൊള്ളണമെന്ന് പരിശുദ്ധ ശരീഅത്ത് നമ്മോട് നിഷ്കർഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹറാമുകൾ വളരെ കടുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്നത് അത്ര നിസ്സാരമല്ല. ഫറളുകൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് പാപമാണ്. ആ പാപത്തിന്റെ ഭാരം വളരെ വലുതായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊന്നും അത്ര നിസ്സാരമല്ല. ഫറളായ നോമ്പിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. ഫറളായ നോമ്പിന്റെ കാര്യത്തിൽ മുസ്ലിമീങ്ങളിൽ അശ്രദ്ധ വരുന്നുവെന്ന് കേൾക്കുമ്പോൾ അസഹ്യമായി തോന്നുകയാണ്. മുസ്ലിമീങ്ങൾക്ക് അശ്രദ്ധ വരരുത്. ഫറളായ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുല കുടിക്കുന്ന കൊച്ചു കിടാങ്ങളെ കൊണ്ട് അവർ നോമ്പെടുപ്പിച്ചു. മുല കുടിക്കുന്ന കൊച്ചു കിടാങ്ങളെ കൊണ്ട് നോമ്പെടുപ്പിച്ചു. മുല കുടിക്കുന്ന കുട്ടികൾക്ക് നോമ്പെടുക്കണമെന്ന് ഇസ്ലാമിൽ നിയമമൊന്നുമില്ല. 3 വയസ്സും 4 വയസ്സും 5 വയസ്സും പ്രായമുള്ള കിടാങ്ങൾക്ക് നോമ്പ് നിർബന്ധമില്ല. പക്ഷേ ഒരു മുസ്ലിം കുടുംബത്തിൽ റമദാൻ സമാഗതമാകുമ്പോൾ മുസ്ലിമീങ്ങളുടെ സംസ്കാരം ചെറുപ്പം മുതൽക്ക് അവരിൽ ഉണ്ടാകണമെന്ന് നമുക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കണം. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആ കൊച്ചു കുഞ്ഞുങ്ങൾ ദാഹിച്ചു വിശന്ന് കരയുമ്പോൾ എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി അവരുടെ കയ്യിൽ കൊടുക്കുകയും അവരെ കളിപ്പിച്ച് നേരം സന്ധ്യയാക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുകയാണ്. നിർബന്ധമുള്ളത് കൊണ്ടല്ല, പക്ഷേ വരുന്ന ഭാവിയിൽ മുസ്ലിം സമുദായത്തിന്റെ വളർന്നു വരുന്ന തലമുറകളിൽ
തലമുറയിൽ ഇങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ടാകണം, അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഫറദായ ഇബാദത്തുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറാകരുത്. ഫറദായ ഇബാദത്തുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. പ്രിയപ്പെട്ടവരെ, ഒരു നോമ്പ് റമദാൻ മാസത്തിൽ കാരണമില്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒഴിവാക്കിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവൻ വർഷം മുഴുവൻ നോമ്പെടുത്താലും അതിന് പകരമോ പരിഹാരമോ ആവുകയില്ല എന്നാണ്. ഒരു നോമ്പ് ഒഴിഞ്ഞു പോയാൽ, നോമ്പ് വളരെ ചെറിയ കാര്യമൊന്നുമല്ല, ഒരു ഫറദ് നോമ്പ് ആർക്കെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ഒഴിഞ്ഞു പോയാൽ, തക്ക കാരണമില്ലാതെ ഒഴിഞ്ഞു പോയാൽ, അവൻ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്താലും അതിന് പകരമോ പരിഹാരമോ ആവുകയില്ല. റമദാൻ എന്ന് പറഞ്ഞാൽ റമദാനാണ്. പ്രത്യേകമായി അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും നമുക്ക് വലിയ വലിയ ഓഫറുകൾ നൽകപ്പെടുന്ന ഈ പവിത്രമായ മാസത്തിൽ അതിൻ്റെ പകലിലെ നോമ്പിനെയും രാത്രിയിലെ നമസ്കാരത്തെയും നിഷ്ഠയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, ആവേശത്തോടുകൂടി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ അത് മടക്കിയെടുക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, റമദാൻ മാസം പവിത്രമായ മാസമാണ്. ആ റമദാൻ മാസത്തിലെ ജുമാ പോലെയുള്ള വെള്ളിയാഴ്ച ദിവസങ്ങൾക്ക് അതുപോലെ ശ്രേഷ്ഠതയുണ്ട്, മാഹാത്മ്യമുണ്ട്. വെള്ളിയാഴ്ച ദിവസയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ജുമാ ദിവസത്തിന്റെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കണം. ജുമാ ദിവസത്തിൽ വെറും ഒരു പ്രസംഗം കേൾക്കാനുള്ള ആഗ്രഹത്തോടെ പള്ളിയിലേക്ക് വരിക, ഒരാചാരം നിർവഹിക്കാനുള്ള രൂപത്തിൽ നമ്മൾ പള്ളിയിലേക്ക് വരിക എന്നതിന് പകരം നമ്മൾ മുൻകൂട്ടി പള്ളിയിലേക്ക് വരിക, നേരത്തെ വരിക, ആഗ്രഹത്തോടുകൂടി വരിക, ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് പള്ളിയിൽ വന്നിരിക്കുക, സൂറത്തുൽ കഹ്ഫ് ഓതുക, അധികമായി സലാത്ത് പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്തിനെ വർദ്ധിപ്പിക്കുക, ദുആകൾ ചെയ്യുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്, ലസാഅത്തുൻ ഫീ യൗമിൽ ജുമുഅ, ഒരു സമയമുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ. ആ സമയം ഏതെങ്കിലും ഒരു അടിമ തൻ്റെ ഖൽബിലെ ആഗ്രഹങ്ങളും ആശകളും അള്ളാഹുവിന്റെ മുമ്പിൽ ദുആയായി സമർപ്പിച്ചാൽ ആ ദുആ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ഏതാ സമയമെന്ന് ക്ലിപ്തമാക്കി പറഞ്ഞില്ല. അതേതാ സമയമെന്ന് ക്ലിപ്തമാക്കി പറയാത്തത് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം കൂടുതൽ നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഏതോ ഒരു സമയമുണ്ട്, ആ സമയത്ത് നമ്മൾ നമ്മളുടെ വിഷമങ്ങൾ അള്ളാഹുവിനോട് പറയാൻ, നമ്മളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാൻ, ദുആ ചെയ്യാൻ, അതിനുവേണ്ടി നമ്മൾ നേരത്തെ പള്ളിയിൽ വരണം, കൂടുതൽ സമയം പള്ളിയിൽ ഇരിക്കണം, പടച്ചവന്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ ശ്രദ്ധിക്കണം. നമുക്കതിനായി ഒരു മാസം അനുവദിച്ചിരിക്കുകയാണ്. അതിനായി അള്ളാഹുവിന്റെ സന്നിധിയിൽ വാതിലുകൾ തുറന്നിടപ്പെട്ടിരിക്കുകയാണ്. ഹദീസിൽ വരുന്നുണ്ട്, റമദാൻ ആയാൽ സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളെയും അള്ളാഹു തുറന്നു വെക്കും. സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളെയും തുറന്നു വെക്കും, ഒരിക്കലും അത് അടയ്ക്കുകയില്ല. റമദാൻ മാസത്തിന്റെ പ്രത്യേകത എന്ന നിലയിൽ സ്വർഗ കവാടങ്ങളൊക്കെ മലക്ക തുറന്നു വെക്കും, അത് അടയ്ക്കേയില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞു വേഗം ഇറങ്ങണേ, മുക്രിക്കാക്ക് പുരക്ക് പോകണം, അതുകൊണ്ട് പള്ളി അടയ്ക്കാനാ എന്നൊക്കെ പറയുന്നത് പോലെ റമദാൻ മാസമായാൽ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടും. ആ തുറക്കപ്പെട്ട കവാടം റമദാൻ കഴിയുന്നത് വരെയും പിന്നെ അടയ്ക്കുന്നേയില്ല. നമുക്ക് വേണ്ടിയാണ്, എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ്. സ്വർഗം തുറന്നു വെച്ചത് ആർക്ക് വേണ്ടിയാണ്? പ്രിയപ്പെട്ടവർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, നരകത്തിന്റെ കവാടത്തെ കൊട്ടിയടയ്ക്കാൻ കൽപ്പിക്കപ്പെടും. കൊട്ടിയടയ്ക്കാൻ, അതിനെ പൂട്ടിയിടാൻ പറയപ്പെടും. ഒരിക്കലും റമദാൻ കഴിയുന്നത് വരെ അത് തുറക്കപ്പെടുകയില്ല. അള്ളാഹു നമുക്ക് വേണ്ടി, അവന്റെ അടിമകൾക്ക് വേണ്ടി അങ്ങേയറ്റത്തെ കാരുണ്യത്തോടു കൂടി നരകത്തിന്റെ കവാടം അടച്ചു വെച്ചു, സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചു. എന്നിട്ട് ആകാശത്തുള്ള മലക്കുകളെ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ട് മലക്കുകളെ നമുക്കിടയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഒരു ഹദീസിൽ വരുന്നുണ്ട്, അർശിനെ ചുമക്കുന്ന മലക്കുകളോട് അള്ളാഹു റമദാൻ ആയാൽ കൽപ്പിക്കും, നിങ്ങൾ നിങ്ങളുടെ പണി മതിയാക്ക്. അർശ് അവർ ചുമന്നത് കൊണ്ടൊന്നും അല്ല നിൽക്കുന്നത്. അള്ളാഹുവിന്റെ ആകാശത്തിലുള്ള മുഖറബുകളായ മലക്കുകൾ അവരുടെ പ്രത്യേകമായ ജോലികളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മതിയാക്കണം, നിങ്ങൾ ഭൂമിയിലേക്ക് പോകണം, എന്നെ ആശിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഇബാദത്തെടുക്കുകയും എന്നോട് ദുആ ചെയ്യുകയും ചെയ്യുന്ന അടിമകളോടൊപ്പം നിങ്ങൾ സഹവസിക്കുകയും അവരുടെ ദുആക്കൾക്ക് നിങ്ങൾ ആമീൻ പറയുകയും ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അറിയാതെ നമ്മൾ ഇങ്ങനെ ഉറങ്ങിത്തീരുകയാണോ? അലസമായ നിലയിൽ ഗഫലത്തിലായി, ഭൗതികമായ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങളുടെ സമാഹരണത്തിലായി അതിന്റെ പിന്നാലെ നമ്മൾ സമയം കഴിച്ചു കൂട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമയം കഴിച്ചു കൂട്ടിയാൽ അവനെക്കാളും ഭാഗ്യദോഷി മറ്റൊരുത്തനില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്രയും വലിയ സാഹചര്യം അനുകൂലമായ നിലയിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടും, ഇത്രയും വലിയ അവസരങ്ങളെ നമുക്ക് വേണ്ടി അള്ളാഹു കാരുണ്യത്തോടു കൂടി തുറന്നു തന്നിട്ടും ഇനിയും ഇതിനെ ഉപയോഗപ്പെടുത്താതെ, ഇനിയും നമ്മൾ പള്ളിയിൽ നിന്നും അകന്നു നിൽക്കുന്നു, അമലുകളിൽ നിന്നും അകന്നു നിൽക്കുന്നു,
ദിക്ർ, ദുആ, ഇബാദത്തുകളിൽ നിന്നും അകന്നു നിൽക്കുന്നു എങ്കിൽ അവനെ പോലത്തെ ഭാഗ്യദോഷി പിന്നെ ഭൂമിയിൽ ഇല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഹുരിമ, ആരെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ, തടയപ്പെട്ടാൽ, ഇത്തരം മഹാത്മ്യങ്ങളെ, അവസരങ്ങളെ, അനുഗ്രഹങ്ങളെ ഏതെങ്കിലും ഒരു മനുഷ്യൻ തടയപ്പെട്ടാൽ അവൻ പൂർണ്ണമായും തടയപ്പെട്ടവനായി, പൂർണ്ണമായും തടയപ്പെട്ടു, അവൻ തള്ളപ്പെട്ടവനായി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആയുസ് അല്ലാഹു തന്നതാണ്, ആരോഗ്യം അല്ലാഹു തന്നതാണ്, ആഫിയത്ത് അല്ലാഹു തന്നതാണ്. നമ്മളുടെ ഈ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ഉപയോഗപ്പെടുത്തി പരലോകത്തേക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. മരിക്കുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം. മരണാനന്തരം നമുക്ക് ഉപയോഗിക്കാനും അനുഭവിക്കാനും ഉതകുന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സംഭരിച്ചു വെക്കണം. പരിശുദ്ധ ശരീഅത്ത് ഭൗതികമായ ജീവിതത്തോടും ജീവിതത്തിന്റെ വിഭവങ്ങളോടും അത് സമാഹരിക്കുന്നതിനോടും ഒരിക്കലും എതിരല്ല. നമ്മളോട് നല്ല വസ്ത്രം അണിയാൻ അനുവാദം തന്നിട്ടുണ്ട്, നല്ല ഭക്ഷണം കഴിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്, നല്ല വീട് വെക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ശരീഅത്ത് നമ്മളോട് നല്ല വസ്ത്രം അണിയണ്ട എന്ന് പറഞ്ഞില്ല, നല്ല ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞില്ല. നമ്മൾ നല്ലൊരു പുരയെടുത്താൽ പുരയെടുക്കണ്ട എന്ന് പടച്ചവൻ നമുക്ക് നിരോധനങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. നല്ലൊരു വാഹനം വാങ്ങിയാൽ ഹലാലായ നിലയിലാണെങ്കിൽ വാഹനം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും പരിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. ഞാൻ ഇതിനത് പറയുന്നത്, ആലിമീങ്ങൾ, ഉസ്താദന്മാര്, ശരീഅത്തിന്റെ വക്താക്കള് നമ്മളെ സംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ അമലുകളെ കുറിച്ച് മാത്രം പറയുമ്പോൾ, സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് മാത്രം പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ സുഖങ്ങൾക്ക് തടയിടുകയല്ല, നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ ആശകൾക്കും ആഗ്രഹങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുകയല്ല. ഭൗതിക ജീവിതത്തിൽ നമുക്ക് അനുവദനീയമായ നിലയിൽ ആ അനുവദനീയമായ അളവനുസരിച്ചിട്ട് എല്ലാ ഹലാലായ സുഖങ്ങളും എടുക്കാം. നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വാഹനം ഉപയോഗിക്കണം, നല്ല വീട്ടിൽ താമസിക്കണം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നല്ല വാഹനത്തിൽ യാത്ര ചെയ്തു, നല്ല ഭക്ഷണം കഴിച്ചു ജീവിച്ചു, നല്ല വസ്ത്രം അണിഞ്ഞു ജീവിച്ചു. പക്ഷേ ഒരു നിമിഷത്തിൽ പടച്ചവന്റെ നിശ്ചയപ്രകാരം നീ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്ന് നിന്നെ നിർബന്ധിച്ച് പിടിച്ചിറക്കുമ്പോൾ, നീ താമസിക്കുന്ന നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ നിർബന്ധിച്ച് പിടിച്ച് പുറത്തേക്ക് ഇറക്കുമ്പോൾ, നീ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നിന്റെ മേനിയിൽ നിന്നും അഴിച്ചു മാറ്റി സാധാരണക്കാരണിയുന്ന 2-3 കഷ്ണം വെളുത്ത തുണി മാത്രം നിന്റെ മേനിയെ പുതപ്പിക്കുകയും ചെയ്യുമ്പോൾ, നിന്നെ സ്നേഹിക്കുകയും നിന്നോടൊപ്പം ഉണ്ടായിരുന്ന, നിന്നെ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് നിന്നെ മൂപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ചങ്ങാതിമാരും ബന്ധുമിത്രാദികളും ഒക്കെ നിന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, നീ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും മാറി, നീ താമസിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങി, നിനക്ക് വേണ്ടി കുഴിക്കപ്പെട്ട പള്ളിയിലെ കുഴിമാടത്തിൽ നിന്നെ കൊണ്ടുപോയി അടക്കം ചെയ്തിട്ട് ആളുകൾ തിരിച്ചു നടക്കുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന വേളയെക്കുറിച്ചിട്ട് നീ ഒന്ന് ആലോചിക്കണം. അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്തെക്കുറിച്ച് നീ ഒന്ന് ആലോചിക്കണം. നീ ഇവിടെ നല്ല വസ്ത്രം അണിഞ്ഞതിൽ എനിക്ക് വിരോധമില്ല. അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മോട് പറയുന്നത് പോലെ നമുക്കിങ്ങനെ കേൾക്കാൻ കഴിയും. നീ നല്ല ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷേ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്, പരലോകത്തേക്ക് യാത്രയാകുമ്പോൾ നിനക്ക് വേണ്ടി നീ എന്ത് ബാക്കി വെച്ചു എന്ന് ആലോചിക്കണം. നിനക്ക് വേണ്ടി നീ എന്ത് ബാക്കി വെച്ചു? അങ്ങനെ നിനക്ക് വേണ്ടി എന്തെങ്കിലും ബാക്കി ആക്കുന്നതിനായി അള്ളാഹു നിനക്ക് തന്ന ഈ അവസരങ്ങളെ നീ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് ആലോചിക്കണം. എങ്ങനെ ഉപയോഗപ്പെടുത്തി? പ്രിയപ്പെട്ടവരെ, സമയം ഇങ്ങനെ കഴിഞ്ഞു പോകും. നമ്മൾ ഈ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് വേണ്ടി പരലോകത്തേക്കായി എന്ത് നമ്മൾ സംഭരിച്ചു എന്ന് ആലോചിക്കണം. എന്ത് സംഭരിച്ചു? നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞല്ലോ, ഈ ലോകത്തെ ജീവിതം താൽക്കാലികമാണ്. ഇവിടുത്തെ സമയം വളരെ എണ്ണപ്പെട്ട സമയം മാത്രമാണ്. പക്ഷേ ഈ താൽക്കാലിക ജീവിതം കൊണ്ട് നമുക്ക് നേടാനുള്ളത് ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗമാണ്, സ്വർഗത്തിന്റെ നിഅമത്തുകളാണ്. എങ്ങാനും നമ്മൾ ഈ ജീവിതത്തിന്റെ യാത്രയിൽ അപകടങ്ങളിൽ പെട്ടുപോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് പരലോകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചിട്ട് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടാകണം, ഒരു ബോധമുണ്ടാകണം. നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ നമ്മളോട് ജീവിക്കാൻ പറഞ്ഞത് അതുപോലെ നമ്മൾ ജീവിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്, അല്ലാതെ ജീവിക്കണ്ട എന്നല്ല. പക്ഷെ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളോട് ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞില്ലേ? നോമ്പ് കാലത്ത് വെള്ളം കുടിക്കണ്ട എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കണ്ട, എന്തുകൊണ്ട് വെള്ളം കുടിക്കണ്ട? നമ്മളെ പട്ടിണിക്കിടാൻ വേണ്ടിയിട്ടല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങളിൽ ചില പരിഷ്കരണത്തെയും സംസ്കരണത്തെയും ആശിക്കുന്നത് കൊണ്ടാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ പട്ടിണിക്കിടാൻ വേണ്ടിയിട്ടല്ല.
നിങ്ങൾ കുറച്ച് സമയം പട്ടിണി ഇരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ വരുന്ന പരിവർത്തനത്തെയാണ് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത്. കുറച്ച് സമയം ദാഹം സഹിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പരിവർത്തനത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. റമദാനിൽ നമ്മളോട് ചാരിറ്റി പ്രവർത്തനം ചെയ്യണമെന്ന് ഉലമാക്കൾ പറയാറുണ്ട്. എന്തിനാ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത്? നമ്മൾ റമദാനിൽ സദഖ സക്കാത്തുകൾ കൊടുക്കണമെന്ന് നമ്മളെ പ്രേരിപ്പിക്കാറുണ്ട്. എന്തിനാ സദഖയും സക്കാത്തും കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എൻ്റെ വർത്താനം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അള്ളാഹു ശ്രദ്ധിച്ചു കേൾക്കാനും അമൽ ചെയ്യാനും ഒക്കെ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇവിടെ പാവങ്ങളായ സാധുക്കളായ അവശത അനുഭവിക്കുന്ന കുറെ അടിമകൾക്ക് അന്നം എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് സാധിക്കാതെ വന്നതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നീ സക്കാത്ത് കൊടുക്കുന്നത്, നീ സദഖ കൊടുക്കുന്നത്, നീ പരോപകാര പ്രവർത്തനം നടത്തുന്നത് ആ പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. പകരം നിന്റെ മനസ്സ് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ്, നിന്റെ സമ്പത്ത് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ മനസ്സിൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിഅമത്തുകളെ കുറിച്ചിട്ട് ഒരു ബോധമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നീ ഒരു രോഗിയായ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആഹാര സാധനങ്ങൾ വാങ്ങി അവന്റെ വീട്ടുപടിയിൽ ചെന്നു നോക്കൂ. എന്നിട്ട് ആ രോഗം കൊണ്ട് വേദനിക്കുന്ന, പൊളയുന്ന, കഷ്ടപ്പെടുന്ന സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ ഒന്ന് സന്ദർശിച്ചു നോക്കൂ. നീ അവന് ആഹാരത്തിന്റെ കിറ്റ് കൊടുക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഓടിയെത്തേണ്ട ഒരു ചിന്തയുണ്ട്, പടച്ചവനെ, എന്നെക്കാളും പ്രായം കുറഞ്ഞൊരു സഹോദരൻ, എന്നെക്കാളും പ്രായം കുറഞ്ഞൊരു സഹോദരി, ജീവിത പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തെ കുറിച്ചിട്ട് വേദനിക്കുന്ന, വിഷമിക്കുന്ന അനുഭവങ്ങൾ വന്നു പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു കിറ്റ് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ നോക്കുമ്പോൾ രോഗിയായി കിടക്കുന്നവൻ വീണ്ടും രോഗത്തിന്റെ കടുപ്പത്തിൽ ആശുപത്രിയിലായി. എത്ര ഓപ്പറേഷനുകൾ കഴിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ തലയിൽ നിന്ന് തലയോട്ടി തുറന്നിട്ട് അതിലെ ബ്രെയിന്, അതിലെ തലച്ചോറെടുത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഫ്രീസറിൽ നിന്ന് തിരിച്ച് വീണ്ടും എടുത്ത് അങ്ങോട്ട് വെക്കണം. വയസ്സെത്രയുണ്ട്? വയസ്സ് നമ്മുടെ പകുതി വയസ്സേ ഉള്ളൂ. വയസ്സും പ്രായവും ഒന്നും വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഹാരത്തിന്റെ കിറ്റ് കൊണ്ടുപോയി അവന്റെ വിശപ്പ് മാറ്റാനുള്ള ശ്രമത്തിൽ അവന്റെ വീട്ടുവാതിലിൽ എത്തിക്കുമ്പോഴാണ് അത് ആഹരിക്കാനുള്ള ആള് തൽക്കാലം ഇവിടെ ഇല്ല. ആ ആൾ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാനും നിങ്ങൾ എന്ത് ചിന്തിക്കണം? എനിക്ക് പട്ടിണി തന്നവനായ പടച്ചവൻ, അല്ലെങ്കിൽ എനിക്ക് ആഹാരം തന്നവനായ പടച്ചവൻ, അവർക്ക് രോഗം കൊടുത്തവനായ പടച്ചവൻ, ഇതൊക്കെ ഒരേ പടച്ചവനാണ്. ആ അള്ളാഹു വിചാരിച്ചാൽ വലിയ ആരോഗ്യത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ഓടി നടക്കുന്ന ആളുകൾ. ഒരു മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും ദാരിദ്ര്യത്തെ കുറിച്ചിട്ട് പ്രസംഗിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്റെ പ്രസംഗം കേൾക്കും, എപ്പോ നോക്കിയാലും ഇങ്ങനെ കഷ്ടപ്പാടും പ്രയാസവും ത്യാഗവും രോഗവും ഒക്കെ ആണല്ലോ പ്രസംഗിക്കാൻ. എപ്പോഴും ഇങ്ങനെ ദാരിദ്ര്യത്തെ കുറിച്ചിട്ട് പ്രസംഗിക്കുന്ന ഒരു പണ്ഡിതൻ, ദാരിദ്ര്യത്തെക്കുറിച്ച്, വിഷമത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു പണ്ഡിതൻ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ അരികിലിരുന്ന് സ്വകാര്യമായി ചോദിച്ചു, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വെറൂ ഈ ദാരിദ്ര്യം കഷ്ടപ്പാട്, ഇല്ലായ്മ, പട്ടിണി എന്ന് പറഞ്ഞു സമയം കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും പറഞ്ഞു ബോധ്യപ്പെടുത്തലല്ലാതെ മറ്റൊരു നന്മയും നമുക്ക് പറയാനില്ല. ഈ ദാരിദ്ര്യം അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ ദാരിദ്ര്യം ഒരു വലിയ ഗുണപാഠമാണ്. അദ്ദേഹം പറഞ്ഞു, എങ്ങാനും ഫിർഔന്റെ ജീവിതത്തിൽ പട്ടിണി ഒരു ദിവസമെങ്കിലും വന്നിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനത്തെ ധിക്കാരിയാകുമായിരുന്നില്ല. വലിയൊരു പാഠമല്ലേ അത്? ഒരിക്കലും ധിക്കാരിയാകുമായിരുന്നില്ല. അവന് പട്ടിണി ഇല്ലാത്തത് കൊണ്ടാണ്, പട്ടിണി എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്, രോഗമില്ലാത്തത് കൊണ്ടാണ്, രോഗം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഒരിക്കലെങ്കിലും രോഗം എന്താണ്, അതിന്റെ നൊമ്പരം എന്താണെന്ന് അറിയാൻ അവസരമുണ്ടായിരുന്നെങ്കിൽ ഉള്ളുകൊണ്ട് അവൻ അല്ലാഹ് എന്ന് വിളിച്ചിട്ടുണ്ടാകും. ഒരു ദിവസമെങ്കിലും, ഒരു നേരമെങ്കിലും പട്ടിണിയുടെ കെടുതി എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ അല്ലാഹ് എന്ന് വിളിച്ചിട്ടുണ്ടാകും. ഫിറഔൻ ഇത്രയേറെ ഞാനാണ് വലിയ റബ്ബ് എന്ന് വാദിക്കാനും മാത്രം അഹങ്കാരിയായി മാറിയത് ഒരിക്കൽ പോലും പട്ടിണിയുടെ കടുപ്പം അറിയാതെ പോയത് കൊണ്ടാണ്, രോഗത്തിന്റെ വിഷമം അറിയാതെ പോയത് കൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് ഞങ്ങളുടെയൊക്കെ ഉസ്താദന്മാരായിരുന്ന മഹാത്മാക്കളിൽ ഒരാള്, അദ്ദേഹം 100-105 വയസ്സ് വരെ ജീവിച്ചു. 105 വയസ്സ് വരെ ജീവിക്കുന്നതിനിടയിൽ തന്റെ മകളുടെ ഭർത്താവ് മരണപ്പെട്ടു. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട ചില അനുഭവങ്ങൾ അങ്ങ് പറഞ്ഞു പോവുകയാണ്. മകളുടെ ഭർത്താവ് നല്ല ആരോഗ്യമുള്ളയാള്, സുന്ദരനായ, വലിയ കിതാബിയായ, ഇൽമുള്ള, വലിയ പ്രഭാഷകനായ, പെട്ടെന്ന് തന്റെ മകളുടെ ഭർത്താവ് മരണപ്പെട്ട് മയ്യത്തായ നിലയിൽ മലർന്നു കിടക്കുന്ന പുതിയാപ്പിളയുടെ മൃതശരീരം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വീട്ടിൽ വന്നു. നടക്കാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള 105 വയസ്സുള്ള അമ്മോച്ചൻ ഉപ്പാപ്പ് അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തു നിന്നും തുണി ഇങ്ങനെ മാറ്റി, എന്നിട്ട് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, സഹോദര, ടിക്കറ്റ് കാത്തു നിന്നത് ഞാനായിരുന്നു, പക്ഷെ കിട്ടിയത് നിനക്കായി പോയല്ലോ എന്ന് പറഞ്ഞു പൊട്ടിച്ചിരിക്കെ പുതിയാപ്പിള മരിച്ചു കിടക്കുമ്പോൾ
പുതിയാപ്പിള മരിച്ചു കിടക്കുമ്പോൾ പ്രായം ഏറെ ഇല്ലാത്ത ആരോഗ്യവാനായ തൻ്റെ പ്രിയപ്പെട്ട പുതിയാപ്പിള പെട്ടെന്ന് മരിച്ചുവെന്ന ദുഃഖം താങ്ങവയ്യാതെ മയ്യത്ത് കാണാൻ വന്ന ഒരു മനുഷ്യൻ ആ മയ്യത്തിന്റെ മുഖം ഒന്ന് തുറന്നു നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഫിലോസഫി? എന്താ അതിൻ്റെ ഫിലോസഫി? ഞാനായിരുന്നു ടിക്കറ്റ് കാത്തു നിന്നത്, പക്ഷേ അത് പാസ്സായത് താങ്കൾക്കായല്ലോ. പക്ഷേ താങ്കൾ എത്ര ഭാഗ്യവാനാണ്. നമ്മൾ കുറെ കാലമായി പ്രസംഗങ്ങളിൽ പറയുന്ന സ്വർഗം നിങ്ങൾക്കിപ്പോൾ നേരിൽ കാണാമല്ലോ. നമ്മൾ കുറെ കാലമായി പ്രസംഗങ്ങളിൽ പറയുന്ന ആഖിറം അത് നിങ്ങൾ നേരിൽ കാണുകയല്ലേ. നമ്മുടെ ജീവിതത്തിൽ 55 വയസ്സ് പ്രായമുള്ള താൻ നേരത്തെ പോയി, 105 വയസ്സ് പ്രായമുള്ള ഞാൻ ഇപ്പോഴും ബാക്കിയാകുന്നു. ഇനി ബാക്കിയായ എൻ്റെ ദിവസങ്ങൾ നിങ്ങളെപ്പോലെ പോകേണ്ടി വരുന്ന നേരത്ത് എന്താകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾക്ക് ആ ഭയം തീർന്നു കിട്ടിയല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിക്കാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി, അള്ളാഹു അറിയിക്കുക, മുഹമ്മദേ അള്ളാഹു അറിയിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നിസ്കരിക്കാതിരിക്കാം, നോമ്പെടുക്കാതിരിക്കാം, അഹങ്കാരിയായ നിലയിൽ അന്തം വിട്ട കളികൾ കളിക്കാം, എല്ലാ തോന്നിയവാസങ്ങളും കളിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ജീവിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫഇന്നക മയ്യിത്തുൻ. എന്നും ജീവിച്ചിരിക്കാൻ പറ്റൂല. തീർച്ചയായും താങ്കൾ മരിക്കുക തന്നെ ചെയ്യും. ആ ഓർമ്മയുണ്ടായാൽ മതി. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയുന്നു, പരിശുദ്ധ ശരീഅത്തിൽ നമുക്ക് കച്ചവടം ചെയ്യാൻ അനുവാദമുണ്ട്, ജോലി ചെയ്യാൻ അനുവാദമുണ്ട്, നമുക്ക് പണമുണ്ടാക്കാൻ അനുവാദമുണ്ട്, നല്ല വസ്ത്രം അണിയാനും ആഹാരം കഴിക്കാനും അനുവാദമുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് പകലിൽ പണിയെടുക്കുമ്പോൾ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി വിയർപ്പിങ്ങനെ ഒഴുകി വന്നാൽ ആ വിയർപ്പ് തുള്ളിക്ക് പകരമായി പടച്ചവൻ മുജാഹിദായ അഥവാ ജിഹാദ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഷഹാദത്തിന്റെ നേരത്ത് ഉതിർന്നു വീഴുന്ന രക്തത്തുള്ളികൾക്ക് കൊടുക്കുന്നതിന് സമാനമായ പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരീഅത്ത് അതാണ് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം അതാണ്. ഇസ്ലാം ഒരിക്കലും നമ്മളെ മോശക്കാരാക്കുകയല്ല, നമ്മളെ മടിയന്മാരാക്കുകയല്ല, നമ്മളെ പരലോകത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എവിടെങ്കിലും അടക്കി വെക്കാൻ ശ്രമിക്കുകയല്ല. നമ്മൾ പണിയെടുത്താൽ പടച്ചവന് വേണ്ടി ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പണിയെടുക്കുക ഹലാലായ നിലയിൽ സമ്പാദിക്കുന്നതിന് വേണ്ടി, കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി. ചിലപ്പോൾ ഈ നട്ടപ്പൊരിയുന്ന വെയിലത്ത് പാവങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ പണിയെടുക്കുന്നത് കാണുമ്പോൾ വല്ലാതെ, ഞാൻ കാമ്പസാറിൽ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അറിയാതെ മലയാളത്തിൽ ഒച്ചത്തിൽ കരഞ്ഞു ദ്വാരന്ന് പോകും. പടച്ചവനെ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ AC കാറിലിരിക്കുന്നു, കാറിൽ നിന്നും ഇറങ്ങി AC പള്ളിയിലേക്ക് കയറുന്നു, AC പള്ളിയിൽ നിന്നും വീണ്ടും തിരിച്ച് കാറിലേക്ക് കയറുന്നു, AC-യിൽ നിന്നും AC-യിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വലിയ ഉസ്താദ, വലിയ പ്രാസംഗികന, വലിയ പരലോകം സമ്പാദിച്ച ആളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മാത്രമല്ല, സഹോദരിമാരും സഹോദരങ്ങളും ഈ നട്ടപ്പൊരിയുന്ന വെയിലത്ത് പടച്ചവനെ അവരുടെ മക്കളെ പോറ്റാൻ വേണ്ടി, അവരുടെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടി, അവരുടെ മക്കൾക്ക് ഒരു നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാൻ വേണ്ടി. പെരുന്നാൾ വരികയല്ലേ, പണിയെടുത്തില്ലെങ്കിൽ മക്കൾക്ക് എന്താ വാങ്ങാൻ കഴിയുമോ? അതുകൊണ്ടല്ലേ പണിയെടുക്കുന്നത്. പെരുന്നാൾ വരികയല്ലേ, മക്കൾക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ? ഈ നിലയിൽ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് നട്ടപ്പൊരിയുന്ന വെയിലത്ത് കഷ്ടപ്പെടുന്ന സഹോദരന്റെ ശരീരത്തിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഒരു തുള്ളി വിയർപ്പിന് ഒരു അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന, ഖിതാല് ചെയ്യുന്ന, ഷഹാദത്ത് വരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഉതിർന്നു വീഴുന്ന രക്തത്തിന് സമാനമായ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞവരാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞത്, ഒരു സാധുവായ മനുഷ്യന് നീ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്, രോഗിയായ മനുഷ്യന് നീ സഹായങ്ങൾ ചെയ്യുന്നത്, ഏതെങ്കിലും നിലയിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ഈ പറഞ്ഞതുപോലെയുള്ള അവശത അനുഭവിക്കുന്ന നമ്മുടെ സഹോദരനെ കണ്ട് അവന് നീ എന്തെങ്കിലും ഒന്ന് കൊണ്ടു കൊടുക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അത് അവനെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ നിന്റെ മനസ്സിൽ ഒരു ബോധം തരാൻ വേണ്ടിയിട്ടാ. പടച്ചവനെ, എനിക്കിന്ന് എൻ്റെ വാപ്പ കഷ്ടപ്പെട്ടു, എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ടു, എൻ്റെ വാപ്പയും ഉമ്മയും കഷ്ടപ്പെട്ട് എനിക്ക് നല്ലോണം തിന്നാൻ തന്നതുകൊണ്ട് ഇവരെ പോലെ ചെറിയ പ്രായത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ പോയി പണിയെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അത്ര വലിയ പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരൻ പയ്യൻ കടുപ്പപ്പെട്ട ഈ ചൂടിൽ നിന്ന് പെയിന്റ് അടിക്കുന്നു, പണിയെടുക്കുന്നു. അവനോട് നോമ്പ് പിടിക്കണേ എന്ന് പറയുമ്പോൾ എങ്ങനെ നോമ്പ് പിടിക്കാനാ അവൻ പറയുന്ന കുറെ ന്യായങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഭാഗത്ത് അവനെ കുറ്റപ്പെടുത്തുകയല്ല, അവനെ മോശപ്പെടുത്തുകയല്ല, മറുഭാഗത്ത്
അൽഹംദുലില്ലാ എനിക്കും 14 വയസ്സ്, 15 വയസ്സ്, 17 വയസ്സ്, പക്ഷേ എനിക്കിങ്ങനെ പണിയെടുത്ത് ജീവിക്കേണ്ട ഗതിയൊന്നും വന്നില്ലല്ലോ, എനിക്ക് ജീവിക്കാനുള്ള മാർഗം അള്ളാഹു തന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മവാപ്പമാർ എനിക്ക് അതിനുള്ള മാർഗം തന്നല്ലോ എന്നൊരു ബോധമുണ്ടാകാനാണ് നമ്മളോട് ചാരിറ്റി പ്രവർത്തനം ചെയ്യാൻ പറയുന്നത്. നമ്മളോട് പട്ടിണി കിടക്കുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മളെ കൊണ്ട് പട്ടിണിക്കിടുന്നത് എന്തിനാ പ്രിയപ്പെട്ടവരെ? നമ്മളെ കൊണ്ട് എന്തിനാ പട്ടിണിക്കിടുന്നത്? സാധാരണഗതിയിൽ നമ്മൾ പട്ടിണിയുടെ പ്രയാസത്തെയും കെടുതിയെയും സംബന്ധിച്ച് പറയുമ്പോൾ ഫലസ്തീനിലെ മക്കളെ കുറിച്ച് പറയാറുണ്ട്. ഫലസ്തീനിലെ മക്കൾ അവര് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട കുരുന്നുകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഫലസ്തീനിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഒന്നും നീണ്ട ചിന്തകളും നോട്ടമൊന്നും നടത്തേണ്ട കാര്യമില്ലാത്ത നിലയിൽ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര കുടുംബങ്ങളുണ്ട്, എത്ര വീടുകളുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. ഒരു മകൻ വാപ്പാനെയും ഉമ്മാനെയും അനുസരിക്കാതെ ധിക്കാരത്തോടെ, ധാർഷ്ട്യത്തോടെ, അനുസരണക്കേടോട് ജീവിച്ചു. നമ്മുടെ ചെറുപ്പക്കാരുടെ ഒക്കെ ഇന്നത്തെ പുതിയ അവസ്ഥ അതാണ്. അവർക്ക് വാപ്പായെ അറിയില്ല, ഉമ്മായെ അറിയില്ല, ജ്യേഷ്ഠനെ അറിയില്ല. അവര് എന്നെ ഈ കൊലത്തിൽ ആക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്തതിന്റെ ബുദ്ധിമുട്ടിയതിന്റെ പ്രയാസത്തെയും പ്രാരാബ്ദത്തെയും അറിയില്ല. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ലോകത്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് മതിമറന്ന് ജീവിക്കുകയാണ്. പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനത്തെ തോന്നലുകളും ചിന്തകളും വളരെ കുറവാണ്. കുറെ കാലം ധിക്കാരത്തോടെ നടന്നു, അനുസരണക്കേടോടെ നടന്നു, ഉമ്മയെയും വാപ്പയെയും ധിക്കരിച്ചു, അവർക്ക് എതിര് പ്രവർത്തിച്ചു. വാപ്പ മരണപ്പെട്ടു പോയി. വാപ്പ മരിച്ചപ്പോൾ ഈ മകൻ വേണ്ടതുപോലെ ബോധവാനായിരുന്നില്ല. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒന്നുകിൽ മയക്കുമരുന്നിന് അടിമയായിരുന്നു, മദ്യത്തിന് അടിമയായിരുന്നു. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം കൂടി ഞാൻ ഇടയിൽ പറഞ്ഞോട്ടെ. ഫറദായ നോമ്പിന്റെ കാര്യത്തിൽ മുസ്ലിമീങ്ങളിൽ അബദ്ധവും അവഗണനയും സംഭവിക്കുന്നത് പോലെ ഫറദായ നമസ്കാരത്തിൽ, ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മുടെ സഹോദരങ്ങളിൽ അവഗണനയും അലംഭാവവും വളർന്നു വന്നതുപോലെ മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗത്തിൽ നമ്മൾ പല ന്യായങ്ങളും കണ്ടെത്താൻ തുടങ്ങി. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞത്, മദ്യപിക്കുന്നത് മാത്രമല്ലേ ഹറാമുള്ളൂ, വലിക്കുന്നത് ഹറാമില്ലല്ലോ എന്നാ. വലിക്കുന്നത് ഹറാമില്ലല്ലോ. ഞാൻ പറയുന്നത് എൻ്റെ മനോവേദനയാണ്. ഓരോ സഹോദരങ്ങൾ വെച്ചു പുലർത്തുന്ന വിശ്വാസം, ഓരോ സഹോദരങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പോകുന്ന ചില വൃത്തികേടുകൾ. വലിച്ചാൽ കുഴപ്പമില്ല, ആ വലിക്കുന്നത് എന്തുമായാലും കുഴപ്പമില്ല എന്നൊരു തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണയൊന്നുമല്ല. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സലാ. അല്ലാഹു പറയാണ്, പിശാച് അവന്റെ സംഘം അതിങ്ങനെ ഓരോ നാൾക്ക് നാൾ കഴിയും തോറും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ പിശാചിനെതിരെ പ്രസംഗിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് അപ്ഡേറ്റ് ചെയ്യാനൊന്നും സമയമില്ല. അവരുടേതായ ലോകത്ത് ഇങ്ങനെ, മൂലന്മാർ അവരുടെ ലോകത്ത്, പ്രാസംഗികന്മാർ അവരുടെ ലോകത്ത്, പ്രഭാഷകന്മാർ അവരുടെ ലോകത്ത്. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. പിശാചും സംഘവും നിങ്ങളെ നന്നായി കാണുന്നുണ്ട്, നിങ്ങളുടെ വികാരങ്ങളെ അറിയുന്നുണ്ട്, നിങ്ങളുടെ വീക്ക്നെസ്സുകൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ്സുകൾക്കും വികാരങ്ങൾക്കും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വഴികേടിലാകാൻ ആവശ്യമായ മാർഗങ്ങളൊക്കെ എളുപ്പത്തിൽ തുറന്നു തരുന്നു എന്ന് ഖുർആൻ പറയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാ. യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. നമുക്കിടയിൽ പരസ്പരം സ്പർദ്ധ വർദ്ധിപ്പിക്കുന്നു, തർക്കം വർദ്ധിപ്പിക്കുന്നു. വാപ്പാക്കും മക്കൾക്കും തമ്മിൽ എന്തുകൊണ്ടാണ് തർക്കം വർദ്ധിക്കുന്നത്? ഉമ്മയും മക്കളും തമ്മിൽ എന്തുകൊണ്ടാണ് ധാർഷ്ട്യം വർദ്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ അനുസരണക്കേട് വർദ്ധിക്കുന്നത്? ഇങ്ങനെ യുരീദു ശൈത്താനു യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. വീട്ടിന്റെ ഉള്ളിൽ ഒരു സമാധാനവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല, ഒരു സ്നേഹവും ഇല്ല, ഒരു അനുസരണയില്ല, ഒരു ആദരവും ഇല്ല. മുസ്ലിം ഉമ്മത്തിലെ പുതിയ തലമുറ അവരുടെ മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുന്നു, അവരുടെ ജ്യേഷ്ഠ സഹോദരന്മാരോട് ധിക്കാരം കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ പുറത്തിറങ്ങിയാൽ ആരുടെ മുമ്പിലും തല കുനിക്കൂല, ആരുടെ മുമ്പിലും തല ചായ്ക്കൂല, ആരുടെ മുമ്പിലും അവൻ ചെറുതാകാൻ തയ്യാറാവുകയില്ല. ഈ നിലയിൽ ആകുന്നത് എവിടുന്നാണ്? പിശാച് അവരുടെ പദ്ധതികൾ ഇങ്ങനെ ആവിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നിങ്ങളിൽ ഇൻജക്ട് ചെയ്യുന്നു. നിങ്ങൾ അതിന് കുറെ ന്യായങ്ങളൊക്കെ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കുല്ലു മുസ്കിരിൻ ഹറാം എന്നാണ്. നമ്മളുടെ ബുദ്ധിയുടെ സമനില തെറ്റിക്കുന്ന നിലയിൽ നിങ്ങളിനി മൂക്കിൽ കൂടെ വലിച്ചാലും ശരി, വായിക്കൂടെ വലിച്ചാലും ശരി, ഇനി മൂക്കും വായു ഒന്നും അറിയാതെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഇടത്തുകൂടെ നിങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റിയാലും ശരി, ഒന്നുമല്ല. ഇന്നത്തെ ഏറ്റവും ശക്തമായി മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന തരത്തിൽ അവന്റെ കയ്യിൽ ഒരു ചെറിയ നുള്ള് ഇടുകയും അതൊന്ന് മൂക്കിലൂടെ ഒന്ന് ശ്വസിക്കുകയും ചെയ്താൽ മതി. പിന്നെ 10-48 മണിക്കൂർ സമയത്തേക്ക് അവന് സ്വർഗം കാണാനാണ് പുതിയ അനുഭവം വെച്ചുകൊണ്ട് ആളുകൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഒരു തമാശയല്ല. നമ്മുടെ ജീവിതം നശിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ പരലോകം നശിക്കുകയാണെന്ന് പറയുന്നതിന് പകരം
നമുക്ക് ആഖിറ നഷ്ടപ്പെടുകയാണെന്ന് പറയുന്നതിന് പകരം നമ്മുടെ ജീവിതം നശിക്കുകയാണ്, നമ്മൾ ഒന്നുമല്ലാതെ ആവുകയാണ്, നമ്മുടെ സംസ്കാരവും വ്യക്തിത്വവും നഷ്ടപ്പെടുകയാണ്, നമ്മൾ ആർക്കും വേണ്ടാത്തവനായി മാറുകയാണ്. എവിടെങ്കിലും വെച്ച് നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും രോഗം അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ, അങ്ങനെ പറയാമല്ലോ, പോലീസ് അറസ്റ്റ് ചെയ്താലും കൊള്ളാം, ഡോക്ടർമാർ അറസ്റ്റ് ചെയ്താലും കൊള്ളാം, ഡോക്ടർമാർ അറസ്റ്റ് ചെയ്താലും കൊള്ളാം, രണ്ടും ഒരുപോലെയാണ്. ICUയുടെ കണ്ണാടിക്കൂട്ടിനകത്ത് ഇങ്ങനെ കിടന്നിട്ട് തിരിയാനും അറിയാനും കഴിയാതെ കിടന്ന് വേദനിക്കുന്നതും സെൻട്രൽ ജയിലിന്റെ കടുപ്പപ്പെട്ട കിടങ്ങിന്റെ ഉള്ളിൽ കിടന്ന് തിരിയാനും അറിയാതെ 20, 25, 30 വർഷങ്ങൾ കഷ്ടപ്പെടുന്നതും രണ്ടും സമമായിരിക്കും പ്രിയപ്പെട്ടവരെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, മുസ്ലിം സമുദായത്തിലെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പടച്ചവനിലേക്ക് മടങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അള്ളാഹുലേക്ക് മടങ്ങണം, ആഖിറത്തിലേക്ക് മടങ്ങണം. നമ്മുടെ ജീവിതത്തിൽ പാടില്ലാത്ത ഒരു കുറ്റവും നമ്മൾ ചെയ്യരുത്, ഒരു തെറ്റും നമ്മൾ ചെയ്യരുത്. ഈ തെറ്റുകുറ്റങ്ങളൊക്കെ തനിച്ച ഹറാമാണ്. ഈ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. അത് ചങ്ങാതിമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഒരിക്കൽ ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു, 3 പ്രാവശ്യം ചെയ്തു, കുടുങ്ങിയാൽ പിന്നെ ഒരു ചങ്ങാതി ഉണ്ടാവില്ല. നമ്മൾ ഒന്നെങ്കിൽ ICUവിന്റെ കണ്ണാടിക്കൂട്ടിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെൻട്രൽ ജയിലിന്റെ കിടങ്ങുകൾക്കുള്ളിൽ നമ്മൾ ബന്ധനസ്ഥരാകുമ്പോൾ പിന്നെ പുറത്തു നിന്നിട്ട് നമുക്ക് നേരെ പല്ലിളിക്കാന്നല്ലാതെ ഒരുത്തനും നമ്മളോടൊപ്പം ഉണ്ടാവുകയില്ല. ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് അങ്ങനത്തെ ഒരു അവബോധം ഉണ്ടാകട്ടെ, ഒരു തിരിച്ചറിവുണ്ടാകട്ടെ, ഒരു തിരിച്ചുവരവുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹലാലായ നിലയിൽ പണിയെടുക്കണം, സമ്പാദിക്കണം, പണമുണ്ടാക്കണം, പടച്ചവന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുന്നത് പോലെ ചെലവഴിക്കണം. ഉമ്മാക്കും വാപ്പാക്കും ചെലവിന് കൊടുക്കണം, കുടുംബത്തെ പോറ്റാൻ ശ്രമിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കണം. നിങ്ങളുടെ ആരോഗ്യത്തിന് തകരാറുണ്ടാകുന്ന ഒരു കർമ്മത്തിലും നിങ്ങൾ ഒരിക്കലും ഏർപ്പെടരുത്. ഞാൻ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ, വാപ്പ മരിച്ചപ്പോൾ നല്ല ബുദ്ധി ഉണ്ടായിരുന്നില്ല, സമനില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മരിച്ചു നിങ്ങളതിങ്ങനെ കണ്ണുമുറിച്ച് നോക്കുന്നത്, ഞാനിങ്ങനെ കഥ പറയൊന്നുമല്ല, അനുഭവങ്ങൾ വേണമെങ്കിൽ തൊട്ട് കാണിക്കാൻ കഴിയുന്ന നിലയിൽ ദുഃഖം വിതുമ്പുന്ന തരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന അനുഭവങ്ങളാണ്. വാപ്പ മരിച്ചപ്പോൾ മയ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന മയക്കുമരുന്നിന് അടിമപ്പെട്ട മകൻ, അല്ലേ? മയക്കുമരുന്ന്, അവന് എന്ത് വാപ്പയുടെ മരണം, എന്ത് മയ്യത്ത്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ കടന്ന് വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരു മകനെ ആരോ പോയി കയ്യകാലമൊക്കെ പിടിച്ച് ദീനിന്റെ മാർഗത്തിൽ പറഞ്ഞയച്ച് അവന്റെ മനസ്സ് മാറി, അവന് മാനസികമായ മാനസാന്തരമുണ്ടായി, നന്നാകാൻ ശ്രമിച്ചപ്പോൾ അവനൊരു തിരിച്ചറിവുണ്ടായി. എൻ്റെ വാപ്പയില്ല, എന്നെ നന്നാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാവും പകലും എൻ്റെ പിന്നാലെ നടന്ന ആ വാപ്പാക്ക് ഞാൻ ഒരു ദിവസം പണിയെടുക്കുന്നത് കാണിച്ചു കൊടുക്കണമായിരുന്നു. ഞാൻ ഒരു ദിവസം പണിയെടുത്ത് എന്തെങ്കിലും ആ കൈകളിൽ കൊണ്ട് കൊടുക്കണമായിരുന്നു. പോട്ടെ, വാപ്പയില്ലെങ്കിൽ ഇനി എനിക്കൊരു ഉമ്മ ബാക്കിയുണ്ട്. ആ ഉമ്മാക്ക് എന്തെങ്കിലും എന്നിൽ നിന്നും നല്ലത് കാണിച്ചു കൊടുക്കണമെന്ന അത്യാഗ്രഹത്തോടു കൂടി നമ്മുടെ അയൽ സംസ്ഥാനത്തെ പട്ടണത്തിൽ പോയി പണിയെടുത്ത് പൈസ ഉണ്ടാക്കി. കുറച്ച് ദിവസങ്ങൾ ഉമ്മയിൽ നിന്നും അകന്ന് നിന്ന് അവന്റെ മനസ്സ് പറയുന്നത്, കുറെ കാലമായി ഞാൻ എൻ്റെ വീട്ടിൽ തലവേദന സൃഷ്ടിച്ചു, എൻ്റെ വാപ്പാക്ക് ഞാൻ തലവേദന സൃഷ്ടിച്ചു. അവസാനം എന്നെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് അവസാനം എൻ്റെ വാപ്പ മരിച്ച മയ്യത്തിനോട് പോലും നല്ല നിലയിൽ പെരുമാറാൻ എനിക്ക് കഴിഞ്ഞില്ല, എനിക്ക് സ്വബോധമുണ്ടായിരുന്നില്ല. ഇനി എൻ്റെ ഉമ്മാനെ സന്തോഷിപ്പിക്കണം, എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള അത്യാഗ്രഹത്തോടു കൂടി അവൻ ആ നാട്ടിൽ പണിയെടുത്തു. ഞാൻ നാടും വീടും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത്. ആ ചെറുപ്പക്കാരൻ പണിയെടുത്തു കുറച്ച് മാസങ്ങൾ. അവന് ശമ്പളം വാങ്ങിയപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടായി. പക്ഷെ ഒപ്പം അവന് ദുഃഖമുണ്ടായി. പടച്ചവനെ, ഈ ശമ്പളത്തിൽ നിന്നും അല്പമെങ്കിലും എൻ്റെ വാപ്പാക്ക് സന്തോഷത്തോടെ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഒരു ദുഃഖം. അവൻ ആ ശമ്പളവും വാങ്ങിക്കൊണ്ട് ആവേശത്തോടെ, വളരെ താല്പര്യത്തോടെ നാട്ടിലേക്ക് മടങ്ങി. ഇനി ഒറ്റ പ്രതീക്ഷ എന്താണെന്നറിയോ? വാപ്പാക്ക് കൊടുക്കാൻ കഴിയാത്ത ആ സ്നേഹ സമ്മാനം എൻ്റെ ഉമ്മയുടെ കാലിൽ കൊണ്ടുവെക്കണം, ഉമ്മയോട് പൊരുത്തം ചോദിക്കണം, മാപ്പ് ചോദിക്കണം. അവരെ ഞാൻ ഒരുപാട് ശകാരിച്ചു, അവരുടെ നേരെ ഞാൻ വിരൽ ചൂണ്ടി, അവരെ ഞാൻ ഉപദ്രവിച്ചു. പല രാത്രികളിലും ആ പാവത്തിന്റെ ഉറക്കം ഞാൻ കെടുത്തി. പല രാത്രികളിലും അവരുണ്ടാക്കി എനിക്ക് വേണ്ടി വിളമ്പിയ ഭക്ഷണം തട്ടിയിട്ടിട്ട് ഞാൻ അവരെ മനോവേദനയിൽ ആഴ്ത്തി. എന്നിട്ടും എന്നെ പിരാകാതെ, എന്നെ വെറുക്കാതെ, എന്നെ ഇറക്കിവിടാതെ എന്നെ പോറ്റി എൻ്റെ ഉമ്മാക്ക് ഒരു നേരമെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കണം. അവന്റെ ശമ്പളവും വാങ്ങിക്കൊണ്ട് രാത്രി കയറി ബസ്സിലിരുന്നു. രാവിലെ വീട്ടിലെത്തി ആവേശത്തോടെ ഉമ്മയെ കാണാൻ വീട്ടിന്റെ മുമ്പിൽ എത്തുമ്പോൾ വീട്ടിന്റെ മുമ്പിൽ വലിയ ആൾക്കൂട്ടം, ഭയങ്കര ആൾബഹളം. എന്താ ഒരു കണക്കില്ലാതെ സുബഹി നേരത്തെ ആൾക്കൂട്ടം എന്ന് അറിയാൻ ആഗ്രഹിച്ച് അവൻ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് എനിക്ക് ആകെ ബാക്കിയുണ്ടായിരുന്ന ഈ കാൽക്കീഴിൽ കൊണ്ടുപോയി കയ്യിലെ പണം വെക്കണമെന്ന് ആശിച്ചിരുന്ന
എൻ്റെ ഉമ്മ ഇന്നലെ പാതിരാത്രി മരണപ്പെട്ടു പോയി മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ മയ്യത്തിൻ്റെ കാൽ കീഴിൽ ഞാൻ എൻ്റെ ഈ പണപ്പൊതി കൊണ്ട് വെച്ചിട്ട് ഇനി എത്ര കരഞ്ഞിട്ട് എന്ത് കാര്യം, എത്ര കരഞ്ഞിട്ട് എന്ത്. പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ആ കൊച്ചു ബാലനെ ചെറുപ്പക്കാരനെ ഞാൻ എൻ്റെ 2 കണ്ണുകളെ കൊണ്ട് കണ്ടു. ഞാൻ ഈ 2 കണ്ണുകളെ കൊണ്ട് കണ്ടു. ഇപ്പോഴും ഞാൻ അവൻ്റെ കരച്ചിൽ ഓർമ്മ വെക്കും. പടച്ചവനെ, എത്ര ചെറുപ്പക്കാരാ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഈ നിലയിൽ കഴിഞ്ഞുകൂടുന്നു. നിങ്ങളെ പെറ്റുപോറ്റിയ നിങ്ങളുടെ ഉമ്മമാരെ മറന്ന്, നിങ്ങൾക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് പണമുണ്ടാക്കി പോറ്റാൻ ശ്രമിച്ച നിങ്ങളുടെ വാപ്പമാരെ മറന്ന്, ഒരു പക്ഷേ ആ ബോധം തിരിച്ചു കിട്ടുമ്പോഴേക്കും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വാപ്പമാര് പോയി. നിങ്ങളിൽ നിന്ന് എത്ര ചെറുപ്പക്കാര് ആ നിലയിൽ എന്നോട് വന്ന് സങ്കടം പറയാറുണ്ട്. ചെറുപ്പക്കാരല്ല, വയസ്സും പ്രായവും താടിയും മുടിയും ഒക്കെ നരച്ച ചില ആളുകൾ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് കരയാറുണ്ട്. ഉസ്താദേ, നല്ല കാലത്തൊന്നും ഉപ്പാനെ അറിയാൻ പറ്റിയില്ല, നല്ല കാലത്തൊന്നും ഉമ്മാനെ അറിയാൻ പറ്റിയില്ല, ഉപ്പാക്കും ഉമ്മാക്കും ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. നന്നായപ്പോഴേക്കും ഞങ്ങൾ ഉപ്പ ഇല്ലാണ്ടായിപ്പോയി, നന്നായപ്പോഴേക്കും ഞങ്ങളുടെ ഉമ്മയില്ലാതെ ആയിപ്പോയി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇതുപോലെ ഒരിക്കൽ പ്രസംഗിച്ച് താഴെ ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് കരഞ്ഞിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് എൻ്റെ വാപ്പയോടുള്ള കടമകളെ കുറിച്ച് അങ്ങ് പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മയോടുള്ള കടമകളെ കുറിച്ച് അങ്ങ് പറഞ്ഞില്ലേ? അത് പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും പലതും ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. പക്ഷെ എൻ്റെ വാപ്പ മരിച്ചുപോയി, എൻ്റെ ഉമ്മ മരിച്ചുപോയി. യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മയും വാപ്പയും മരിച്ചതിന് ശേഷം എനിക്ക് അവർക്കായി എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമോ നബിയെ? എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യകർത്താവിനോടൊപ്പം ചേർന്ന് ദുഃഖം പങ്കിട്ടു കരഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീർ തുടച്ചുകൊണ്ടവർ, നീ അനുസരണയുള്ള മകനാണെങ്കിൽ മരിച്ചുപോയ വാപ്പക്ക് വേണ്ടിയിട്ടും മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടിയിട്ടും ചിലതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. നിന്റെ വാപ്പയെയും ഉമ്മയെയും മരണത്തിന് ശേഷം നിന്റെ ദുആയിലൂടെ നീ ഓർക്കണം. അവർക്ക് വേണ്ടി നീ തൗബ ഇസ്തിഗ്ഫാർ ചെയ്യണം, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. മരിച്ചുപോയ നിന്റെ വാപ്പയുടെ ജ്യേഷ്ഠാനുജന്മാരോ പെങ്ങന്മാരോ ഉണ്ടെങ്കിൽ അവരുമായി നല്ല ബന്ധം പുലർത്തണം. അവർക്ക് നിന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം. നിന്റെ വാപ്പ മരിച്ചപ്പോൾ എന്തെങ്കിലും കടബാധ്യതയോ വസിയത്തോ ബാക്കി വെച്ചെങ്കിൽ ആ കടബാധ്യതയും വസിയത്തും ഒക്കെ നീ വീടണം എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ ഉപദേശിക്കുകയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ വന്നു. റമദാനിന്റെ പുണ്യമായ രാപ്പകലുകൾ വന്നു. ഈ രാവും പകലും ഇബാദത്ത് ചെയ്യുന്ന മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനത്തെ കുറെ തിരിച്ചറിവുകൾ ഉണ്ടാകണം, കുറെ ബോധങ്ങൾ ഉണ്ടാകണം. നമ്മൾ ആ തിരിച്ചറിവിൽ അള്ളാഹുവിനെ അറിയണം, റസൂലിനെ അറിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വേണ്ടി പടച്ചവൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം അറിയണം. ആ സ്വർഗത്തിലേക്ക് ഓടിയെത്താനുള്ള അമലുകളിൽ നമ്മൾ മുന്നേറണം. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി പടച്ചവൻ ഒരുക്കിയ നരകത്തെ അറിയണം. നരകത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമം നമ്മൾ നടത്തണം. നമ്മളെ ഈ കോലത്തിലൊക്കെ പഠിപ്പിച്ച് പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മവാപ്പമാരെ അറിയണം. ആ ഉമ്മവാപ്പമാരോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ പൂർണ്ണമായ നിലയിൽ ശ്രദ്ധിക്കണം. വന്നുപോയ അബദ്ധങ്ങളിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. ഏറ്റവും വലിയ പാപം എന്താണ് പ്രിയപ്പെട്ടവരെ? ഏറ്റവും വലിയ പാപം, നമ്മൾ കള്ളുകുടിയെ കുറിച്ച് പറഞ്ഞു, മയക്കുമരുന്നിനെ കുറിച്ച്, അതൊക്കെ പാപമാണ്. എന്നാൽ അതുപോലെയോ അതിനേക്കാളും വലുതോ ആയ ഒരു പാപം മാതാപിതാക്കളോട് മോശമായി പെരുമാറലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ എല്ലാ പാപകർമ്മങ്ങൾക്കും മരണാനന്തരം ശിക്ഷ നൽകുമ്പോൾ മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവനെ മരണത്തിന് മുമ്പ് തന്നെ അള്ളാഹു ശിക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണം. സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട്, കുടുംബത്തോട്, വീട്ടുകാരോട്, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ നല്ല അടിമയായി ജീവിക്കണം. നമ്മളോടൊപ്പം കഴിഞ്ഞുകൂടുന്ന ആളുകളോട് നല്ല നിലയിൽ പെരുമാറണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ റമദാനിൽ പ്രത്യേകിച്ച് വന്നുപോയ എല്ലാ അബദ്ധങ്ങളെയും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫറദായ ഇബാദത്തുകൾ, നമസ്കാരം, നോമ്പ് പോലെയുള്ളത് ആഗ്രഹത്തോടെ, ആവേശത്തോടെ, കൃത്യമായ നിലയിൽ അനുഷ്ഠിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജമാഅത്തായ നമസ്കാരത്തിലും മറ്റ് നന്മകളിലും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം നമ്മളെല്ലാവരെയും അള്ളാഹു ഈമാനോടുകൂടി മരിപ്പിക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.